ദ ലോർഡ്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് ഒരു മാസമായി ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈറോഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എൻ്റെ മകനാണ് ഇവിടെ അടുത്തുള്ളത്. എൻ്റെ മകനെക്കുറിച്ചാണ് സാക്ഷ്യം പറയാനുള്ളത്. ഒക്ടോബർ 6-ാം തീയതി എൻ്റെ മകൻ എയർ ഷോ കാണാനായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ലോക്കൽ ട്രെയിനിൽ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു, പിടിച്ചു നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് കൈ വിട്ടുപോയി ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണെന്ന് മാത്രമല്ല, വീണ ഉടനെ അവൻ്റെ തലയോട്ടി പൊട്ടുകയും അതുപോലെ കാലിൻ്റെ ആംഗിളും അതുപോലെ തന്നെ അവിടെയുള്ള പാദത്തിൻ്റെ എല്ലുകളെല്ലാം പൊട്ടി. ഉടനെ തന്നെ അവന് വീണെന്നുള്ള വിവരം ആരും തന്നെ അറിഞ്ഞില്ലായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞില്ല. അവരെത്തിയതിന് ശേഷമാണ് അവനെ നോക്കുമ്പോൾ കാണാതായപ്പോൾ അവർ ട്രാക്കിൽ കൂടെ ഓടി വന്ന് നോക്കുമ്പോൾ അവൻ രക്തത്തിൽ കുളിച്ച്, പക്ഷെ ബോധം പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവനൊന്നും ഓർമ്മയില്ല. ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ എടുത്തില്ല, രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി ആൻഡ് ഹെഡ് ഇഞ്ചുറി ആൻഡ് സ്കൾ ഈസ് ക്രാക്ഡ് വെരി ബാഡ്ലി ആൻഡ് ലെഗ് വൺ. ആൻഡ് ദെൻ ആഫ്റ്റർവേഴ്സ് അവരെന്നെ അവിടുന്ന് അറിയിച്ചു. ഇവൻ ചെന്നൈയിലാണ് സംഭവം നടക്കുന്നത്. ഈ റോഡിലോട്ട് എന്നെ വിളിച്ചറിയിച്ചു. ഞാനും എൻ്റെ ഭർത്താവും കൂടി ചെന്നു. അതിന് മുൻപായിട്ട് എൻ്റെ മോള് അവിടെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 5-ാം തീയതി ഇവിടെ ഒക്ടോബർ 5-ാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉപ്പും പാത്രമായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ മോള് ചെന്നൈയിലോട്ട് ജോലിക്കായിട്ട് പോയപ്പോൾ അവളുടെ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ 3 മക്കളും ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടിക്കാഴ്ച നടത്തണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളോട് ഈ ഉപ്പ് കൊടുക്കണം. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ മോളോട് പറഞ്ഞു, നീ ICUവിൽ പോയി ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കണം, നീ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചെന്നോട് പറഞ്ഞു എൻ്റെ കേട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പോൾ പറഞ്ഞു അവൻ്റെ കൈ കൊടുത്തു വിട്ടു. ആ കുട്ടി ശരിക്കും ഹൈന്ദവ കുട്ടിയാണ്. പക്ഷേ ആ കൊച്ച് അത് പറഞ്ഞ പോലെ തന്നെ വിതറി, ICUവിൽ ചെന്ന് ആരെയും കാണാതെ വിതറി. അപ്പം മോള് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 6 മണിക്കൂറിന് ശേഷമാണ് എനിക്കും എൻ്റെ ഭർത്താവിനും അവിടെ എത്താൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ അടുത്ത് ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ 11 മണി രാത്രി ചെല്ലുമ്പോൾ ICUവിൽ എൻ്റെ മോൻ കിടക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ ചെന്ന് അവർ കാണിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയാണ്, ഞാൻ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പറഞ്ഞു, മകനെ തീർച്ചയായിട്ടും എനിക്ക് അതാണ് മെസ്സേജ് പ്രാർത്ഥിച്ചു, അമ്മ നിന്നെ സുഖപ്പെടുത്തും, മാതാവും ഈശോയും നിൻ്റെ അടുത്തുണ്ട്, നീ പൂർണ്ണമായ സുഖപ്പെടുത്തും, നീ സൗഖ്യം പ്രാപിക്കുകയും 1 മാസത്തിനുള്ളിൽ നീ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ കണ്ണീരോടെ പറഞ്ഞു, എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് പറഞ്ഞു, മമ്മിയുടെ കണ്ണീരും പ്രാർത്ഥന എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, ബ്രെയിൻ ഓപ്പറേഷനായിട്ട് 5 ലക്ഷം കെട്ടിവെക്കണം, പിന്നെ കാലിൻ്റെ ഓപ്പറേഷനായിട്ട് 3 ലക്ഷം കെട്ടിവെക്കണം, കൊച്ചിന് ബ്ലീഡിങ് ഉണ്ട്, ഇങ്ങനെ തകരാറുകളെല്ലാം അവരെന്നോട് ഒന്നൊന്നായി പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞു ഡോക്ടറിനോട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ സീരിയസ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൽ ഈശോയിലും വിശ്വസിച്ചു. അതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം, അല്ലാതെ ഞാൻ ഓപ്പറേഷന് ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. അന്ന് പിറ്റേ ദിവസം വൈകിട്ട് 6 മണിയോടുകൂടി ഞങ്ങൾ വേറൊരു മെഡിക്കൽ കോളേജിലോട്ട്, ദാറ്റ് ഈസ് ബാലാജി മെഡിക്കൽ കോളേജ് ക്രോംപേട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം കുറേ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, ന്യൂറോ സർജൻസും ഓർത്തോ സർജൻസും എല്ലാവരും കൂടി ഇവൻ്റെ തലയെ എല്ലാം അഴിച്ചപ്പോൾ പറയാണ്, ഉള്ള വൂൺസൊക്കെ അഴിച്ചു. പുറത്തെല്ലാം നിറയെ വൂൺസാണ്. വൂൺസ് എന്ന് പറയാൻ ട്രെയിനിൽ നിന്ന് വീണതല്ലേ, അപ്പോൾ ഒരുപാട് ചതഞ്ഞ് പോയിരിക്കുന്നതാണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് തുറന്നിട്ട് കാണിച്ച് പറഞ്ഞു, ഈ ബ്രെയിൻ ഓപ്പറേഷൻ ആവശ്യമില്ല, ഇത് ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിന് സ്കാൻ എടുത്തിട്ട് പറയാം, തീർച്ചയായിട്ടും ഇതിന് ഓപ്പറേഷൻ വേണ്ടിയില്ല, ഇത് ഹീലായി തുടങ്ങി. അപ്പോൾ എനിക്കറിയാം ഇത് മാതാവും ഈശോയും കൂടി ചെയ്ത അത്ഭുതമാണ്. അത് പറഞ്ഞ് കാലിന് മാത്രം ഓപ്പറേഷൻ മതി. പിറ്റേ ദിവസം രാവിലെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ സ്കാൻ എടുത്തു. ഇപ്പോൾ പറഞ്ഞു ആക്ച്വലി മീഡിയൻ എല്ലാം ചേഞ്ച് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് ഷിഫ്റ്റ് ആകാൻ തുടങ്ങി, സ്വെല്ലിംഗ് ഉണ്ട്, പക്ഷേ ഇൻറ്റേർണൽ ബ്ലീഡിങ് സ്റ്റോപ്പായിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട, ഓപ്പറേഷൻ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ കൊച്ചിന് നല്ല പനിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുണ്ടായിരുന്നു. പിന്നെ 6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ രാത്രി ഇവൻ്റെ കൈ പിടിച്ച് നിന്ന് ആരാധന കൂടുവാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ പറഞ്ഞു, ബ്രെയിന്
ഭേദം പറ്റിയവരുടെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും കർത്താവ് സുഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ മാതാവിൻ്റെ ഈ മെഡല് അവൻ്റെ തലയിൽ ബാൻഡേജിനുള്ളിൽ ഞാൻ ആരും അറിയാതെ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് നീര് ഇറ്റിറ്റായി മോൻ്റെ കൈ വീണപ്പോൾ മോനെ കണ്ണു തുറന്നു. മമ്മ കരയുവാണോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ജീസസ് ഈസ് ഹീലിംഗ് എന്നും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു. അവന് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യൂസ് എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവന് കഴിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇഡ്ഡലിയും ഇതും കഴിച്ചു. 6 ദിവസമായിട്ട് കൊച്ചൊന്നും കഴിച്ചിട്ടുമില്ല. അവന് അന്ന് നടക്കാൻ അവർ ഇരുത്താൻ പോലും ശ്രമിച്ചിട്ട് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു കൊച്ചിന്. കുറേ പ്രാവശ്യം ഡോക്ടേഴ്സ് ശ്രമിച്ചു. അപ്പോൾ പിന്നെയും ഫെയിൻ്റായിട്ട് പോവുമായിരുന്നു. അന്ന് ഈ പ്രാർത്ഥനയുടെ ശേഷം അത്ഭുതകരമായിട്ട് 4 മണിക്ക് അവന് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുകയല്ല, അവൻ തന്നെ ഞാൻ പയ്യൊന്ന് കൈ താങ്ങിയുള്ളൂ. എൻ്റെ ഭർത്താവിനെയും പെൺപിള്ളേരെയും വിളിക്കുന്നതിന് മുന്നേ തന്നെ അവൻ ചാടി എഴുന്നേറ്റ് അവൻ ആ സ്ട്രക്ചർ പിടിച്ച് ടോയ്ലറ്റിൽ പോവുകയും ടോയ്ലറ്റ് യൂസ് ചെയ്യുകയും ചെയ്തു. അതുമായിരുന്നു ഭയങ്കര. പിറ്റേ ദിവസം സന്തോഷമായിട്ട് അവൻ കളിക്കാനും ചിരിക്കാനും എല്ലാം തുടങ്ങി. അവന് യാതൊരു കുഴപ്പം. പിന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ അവനെ അവിടുന്ന് ഡോക്ടേഴ്സ് ഡിസ്ചാർജ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ 1 ആഴ്ച കഴിഞ്ഞ് പിന്നെയും റിവ്യൂവിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഒരു ഡോൺ ബോസ്കോ ഭവനിൽ റൂം എടുത്ത് താമസിച്ചു. അവിടെ വെച്ചാണ് പിന്നെ അവൻ്റെ പുറത്തുള്ള വൂൺസ് അവർ പറഞ്ഞിരുന്നു അത് ഒത്തിരി ദിവസം എടുക്കും. പക്ഷേ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ അതും ഹീലായി. പിന്നെ കാലിൻ്റെ ഇത് പറഞ്ഞ് 3 മാസമെങ്കിലും കാസ്റ്റിങ് വേണം എന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പായിട്ട് അവർ സ്റ്റിച്ച് വെട്ടിയിട്ട് പറഞ്ഞു ഇനി സ്റ്റേപ്ലേഴ്സ് ഉണ്ട്, അതൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈറോഡേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈറോഡേക്ക് ഷിഫ്റ്റ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പൺ ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അവർ പറഞ്ഞു ഇനിയൊരു കാസ്റ്റിങ്ങും ഒന്നും ആവശ്യമില്ല, ബോണെല്ലാം സെറ്റായി, ഒരു പ്രശ്നവും ഇല്ല. അവർ തിരിച്ചും മറിച്ചും 2 പ്രാവശ്യം 3 പ്രാവശ്യം എക്സ്റേ എടുത്തു. പിന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു ഇതിന് ഒരു ബാൻഡേജ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു 3 ആഴ്ചത്തേക്ക് കാല് നിലത്ത് കുത്തണ്ട, പക്ഷേ ഫിസിയോ ചെയ്യണം ലൈറ്റായിട്ടെന്ന് പറഞ്ഞു. അന്ന് 2ാമത്തെ ആഴ്ച കൊച്ചിൻ്റെ കാലിൽ നീരുണ്ട്. അപ്പോൾ ചോദിക്കാം ഇങ്ങനെ എൻ്റെ നീരുണ്ടല്ലോ എന്ന് ചോദിക്കാം. അന്ന് ചെല്ലുമ്പോൾ മറ്റേ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് പറയാണ് ഇത് നടന്നാൽ മതി, ഒരു പ്രശ്നമില്ല. അവന് വെറും 1 മാസം കഴിഞ്ഞ് 3 മാസം കാസ്റ്റിംഗ് എന്ന് പറഞ്ഞതിന് പകരം 1 മാസം കഴിഞ്ഞപ്പോൾ അവനെ അവിടെ നടത്തി. ക്രച്ചറും അവൻ കൈ പിടിച്ച് തന്നെത്താനെ ഒന്നുമില്ലാതെ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ നല്ല സുഖമായിട്ട് നടക്കുക മാത്രമല്ല അവൻ കാർ ഓടിച്ചു. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുമ്പോൾ 2.5 മണിക്കൂർ അവനാണ് കാർ ഓടിച്ചത്. പിന്നെ ബൈക്ക് ഓടിച്ചു, എല്ലാം ഓടിച്ചു. കുറച്ച് നീരുണ്ട്, അത് 6 മാസം 7 മാസം എടുക്കും എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് പോകാം. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ളത്. ഇത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അതുപോലെ തന്നെ ഇത്രയും സ്പീഡായിട്ട് ഇത് ഹീലാകാൻ കാരണം ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഇടപെടലാണ്. ഡോക്ടേഴ്സിന് പോലും അത്ഭുതമാണ് എത്ര പെട്ടെന്ന് ഇത് ഹീലായി. അത് എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ പാരീഷിലെല്ലാവരും ഇവനെ വിളിക്കുന്ന മിറക്കിൾ ബോയ് എന്നാണ്. കാരണം ശരിക്കും മിറക്കിൾ ബോയ് തന്നെയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ എൻ്റെ മോനെ എനിക്ക് കിട്ടില്ല. നിങ്ങൾക്കറിയാം ഒരു ട്രെയിനിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ സാധാരണ കഷ്ണങ്ങളായിട്ടേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കാല് മുറിഞ്ഞ് അങ്ങനെയെല്ലാം. എന്നാൽ എൻ്റെ മോനെ പൂർണ്ണമായ സുഖത്തോടു കൂടി കിട്ടി. അതുകൊണ്ട് ദൈവത്തിന് കോടി സ്തോത്രം ഞാൻ പറയുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോടും എനിക്ക് പറയാം, ദൈവത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷേ നമുക്ക് പരീക്ഷണങ്ങളുണ്ടാകും. അതുപോലെ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ തളരരുത്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുന്നതാണ്, ദൈവത്തിന് തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ സാധിക്കും. അത് ഞാൻ എന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. ആൻഡ് നിങ്ങളോടും എനിക്ക് പറയാം, ചില സഹനങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ദൈവത്തിന് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ഭവിക്കാൻ സാധിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരോടും നന്ദി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. എന്ത് ദുഃഖത്തിലും ദുരിതത്തിലും കൈവിടരുത് ദൈവത്തെ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുക്കാം. അവൻ അത്ര മലയാളം അറിയത്തില്ല. എനിക്കറിയാവുന്ന മലയാളത്തിൽ ഞാൻ പറയാം. എനിക്ക് ആക്ച്വലി മമ്മീനെ കാണുമ്പോൾ, മമ്മിയുടെ ഈ ഉപ്പും തൈലമും ഉടമ്പടിയൊക്കെ കാണുമ്പോൾ ഞാനത് ചുമ്മാ അങ്ങനെ മാത്രം കരുതി. പക്ഷേ ഈ ഹീലിംഗ് നടത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്
അത് നമ്മളുടെ കണ്ണിൽ വരും ഉപ്പും തൈലമാണ്. പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എല്ലാം ചെല്ലുമ്പോഴുണ്ടല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. അത് കാരണം ഈ കൃപാസനത്തിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും ധ്യാനവും കൂടിയിട്ടാണ് ഈ വിശ്വാസം കൂടിയത്. അതിന് കൃപാസനത്തിന് നന്ദി, ദൈവത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 8-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024. അന്ന് തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് ശേഷം എപ്പോഴും ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഞാൻ അവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും. ക്യാൻസർ സെൻ്റർ ഉണ്ട്, പിന്നെ മെഡിക്കൽ കോളേജുണ്ട്. ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും. മനുഷ്യർക്ക് ചിലർക്ക് പൈസ ഇല്ല, മെഡിസിൻ വാങ്ങിയാൽ അവർക്ക് പൈസ കൊടുക്കും. ചിലർക്ക് ഫുഡില്ല, ഫുഡ് കൊടുക്കും. ഇതുപോലെ ഞാൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ആത്മീയ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നേരത്തെ ഫാസ്റ്റിംഗ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് വരും. ഞാൻ ബൈ പ്രൊഫഷൻ ഐ ആം എ പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടർ ഓഫ് എ സ്കൂൾ. സോ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എനിക്ക് മിക്കപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ലോ BP ആവും. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസമല്ല, ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം എനിക്ക് ഫാസ്റ്റിംഗ് എടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. നല്ല എനർജി ആയിട്ട് തന്നെ എൻ്റെ എല്ലാ വർക്കും ചെയ്യാനുള്ള കൃപ എനിക്ക് തരും. അതുപോലെ തന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ഈ ആരാധനയും പ്രാർത്ഥനയും കൂടി തന്നെയാണ്. എനിക്കൊരു 45 കിലോമീറ്റർ അകലെയാണ് എൻ്റെ സ്കൂള്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ ഇതേപോലെ ആരാധനയും പ്രാർത്ഥനയും കൂടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇതാണ് ഏറ്റവും വലിയത്. പിന്നെ ഫാമിലി പ്രെയർ ഞങ്ങൾ എപ്പോഴും കോൺഫറൻസ് ഹാളിട്ട് ഞങ്ങൾ 5 പേരാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. ഫസ്റ്റ് പെൺകൊച്ച്, ഇവർ 2 പേര് ട്വിൻസാണ്. ഇവൻ്റെ കൂടെ പിറന്നത് ഒരു പെൺകൊച്ചും കൂടിയുണ്ട്. അപ്പം ഞങ്ങൾ 5 പേരും എപ്പോഴും പ്രാർത്ഥന മുടക്കാറില്ല. ഒരു റോസറി എന്ന് പറയുമ്പോൾ 10 നന്മറിഞ്ഞവരെയും ഞങ്ങൾ ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓരോ രഹസ്യത്തിനും ഒരു സ്വർഗസ്ഥനായ ഒരു നന്മറിഞ്ഞവരെയും ഓരോരുത്തരും ചൊല്ലി ഞങ്ങൾ ചെറിയ പ്രെയറും അതുപോലെ സ്പോണ്ടേനിയസ് പ്രെയറുമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത് കഴിഞ്ഞ ശേഷം അവരവരുടെ പണിക്ക് പോകും. അതായത് കോൺഫറൻസ് കോളിലാണ് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥന ചെല്ലുന്നത്. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും ഇന്ന് റോസറി ചെല്ലും, എന്നും പള്ളിയിൽ പോവും. ചില ദിവസം എനിക്ക് ഡെയിലി പള്ളിയിൽ പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ ഓൺലൈൻ കാണും. പക്ഷേ എൻ്റെ ഭർത്താവ് ഡെയിലി പോവും. ഞാൻ ആഴ്ചയിൽ 3-4 പ്രാവശ്യം പോവും. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുംസാരിച്ച് കുർബാന ആയിക്കൊള്ളും. അതെൻ്റെ മക്കളെയും അതുപോലെ തന്നെ പഴക്കി വെച്ചിരിക്കുന്നു.